ഹലോ മക്കളെ, ജെസി സാറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എൻ്റെ 8ാം ക്ലാസ്സിലെ മക്കളോട് പറയാൻ വേണ്ടിയിട്ടാണ് സാർ വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല മക്കളെ, 8ാം ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എഴുതുന്ന ഒരു എക്സാമാണ് NMMS എക്സാം അല്ലേ. ഒരുപാട് ആൾക്കാർ ഇതുപോലെ തന്നെ NMMS എക്സാം എഴുതാൻ തയ്യാറായിരിക്കുകയാണ് എന്നറിയാം. മക്കളെ, നിങ്ങൾക്കറിയാം NMMS എക്സാം എന്ന് പറയുന്നത് 48,000 രൂപ നമുക്ക് സ്കോളർഷിപ്പായിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നതാണ് NMMS എക്സാം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു വർഷത്തിനകത്ത് നിങ്ങൾക്കറിയാം കുറഞ്ഞ ആളുകൾക്കാണ് ഈ ഒരു അവസരം ഉണ്ടാവുക. സോ എങ്ങനെ നമുക്ക് NMMS നേടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, നിങ്ങൾക്കറിയാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം എന്നുള്ളതാണ്. നിങ്ങൾക്കറിയുന്നതാണ് 180 മാർക്കാണ് NMMS എക്സാമിനകത്ത് വരുന്നത്. അതിനകത്ത് 90 മാർക്ക് എന്ന് പറയുന്നത് മാറ്റാണ്. അതേപോലെ തന്നെ 90 മാർക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്, സാറ്റാണ്. സാറ്റിനകത്ത് ഏതൊക്കെ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 35 മാർക്കോളം സോഷ്യൽ സയൻസിൽ നിന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ സോഷ്യൽ സയൻസിനകത്ത് 35 മാർക്ക് എന്ന് പറയുന്ന സമയത്ത് സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതൊരു വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ് അല്ലേ. ഹിസ്റ്ററി ഉണ്ടാവും, ജോഗ്രഫിയുടെ ഭാഗങ്ങളുണ്ടാവും, പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഭാഗങ്ങളുണ്ടാവും, അതുപോലെ തന്നെ എക്കണോമിക്സിൻ്റെ ഒക്കെ ഭാഗങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ നിന്നാണ് ഒരു 35 മാർക്ക് എവിടെ ചോദിക്കുന്നത്, സോഷ്യൽ സയൻസിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ മക്കൾ ആലോചിച്ച് നോക്കുക, ഇത്രയും വലിയൊരു ഏരിയ. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കി വലിയൊരു ഏരിയ ആണ് ഹിസ്റ്ററി. ജോഗ്രഫി എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ഏരിയ ആണ്. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ അതും വലിയൊരു ഏരിയ ആണ്. ഇതൊക്കെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് തീർക്കാൻ പറ്റും? നിങ്ങൾ നോക്ക്, നമുക്ക് എല്ലാ ഏരിയാസും പഠിക്കേണ്ടതുണ്ടോ? ഇല്ല. NMMSനകത്ത് ഈ പറയുന്ന സബ്ജക്റ്റിൽ നിന്നൊക്കെ പ്രത്യേകം ചില ഏരിയാസിൽ നിന്ന് മാത്രമാണ് എന്ത് ചെയ്യുക, ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സിസ്റ്റമാറ്റിക്കായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ ഉറപ്പുള്ള കാര്യമാണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി നിങ്ങൾ 8ാം ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് ടേം എക്സാമിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ സെപ്പറേറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു എഫേർട്ട് ഇട്ട് NMMSും നിങ്ങൾ കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വളരെ കുറവ് തന്നെയാണ് അല്ലേ. അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സൈലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാച്ച് ഒരുങ്ങിയിട്ടുള്ളത്. അതാണ് ബ്രഹ്മോസ് ബാച്ച് എന്ന് പറയുന്നത്. ബ്രഹ്മോസ് ബാച്ച് വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു ബാച്ചാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ സൈലത്തിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ബ്രഹ്മോസ് ബാച്ച്. ബ്രഹ്മോസ് ബാച്ചിനകത്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, അതായത് NMMSനകത്ത് എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, സാറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്താണോ വേണ്ടത്, മാറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്താണോ വേണ്ടത്, അത് മാത്രമായിരിക്കും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പം നിങ്ങൾ നോക്ക്, സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോന്നും നിങ്ങൾക്ക് പഠിക്കാം. ഇനി എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, പ്രധാനപ്പെട്ട ഫീച്ചേഴ്സുകൾ എന്ന് പറയാം, റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകളായിട്ടാണ് എന്ത് ചെയ്യുക, എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടുക. ഓൾറെഡി ടൈം ടേബിൾ തരും. ആ ടൈം ടേബിൾ പ്രകാരമാണ് എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ഈവൻ ഏതെങ്കിലും ക്ലാസ് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ മക്കൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത് പിന്നെ എന്ത് ചെയ്യും, ഇതുപോലെ തന്നെ ആപ്പിനകത്ത് നിങ്ങൾക്ക് അത് ഓൾറെഡി റെക്കോർഡഡ് ആയിട്ട് കിടക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് കാണാം. ഇനി അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ക്ലാസ്സിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള നോട്ട്സുകൾ അവിടെ ഉണ്ടാവും. അത് കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അല്ല വേണ്ടത്, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, ചെയ്ത് നമ്മൾ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, എക്സാമിനകത്ത് പോകുന്ന സമയത്ത് പെട്ടെന്ന് ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അതിനകത്ത് ഉണ്ടാവും. കൂടാതെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് എന്ന് വിചാരിക്കുക, ടീച്ചേഴ്സിനോട് അത് നേരിട്ട് ചോദിക്കണം എന്ന് വിചാരിക്കുക, അതിനുള്ള ഓപ്ഷനും അതിനകത്തുണ്ട്. അപ്പോൾ ഇത്തരത്തിലേക്കുള്ള കിഡിലൻ ഫീച്ചേഴ്സുകൾ അടങ്ങിയിട്ടുള്ളതാണ് ബ്രഹ്മോസ് ബാച്ച്. ഞാൻ പറയുന്നു, നിങ്ങളെല്ലാ ആൾക്കാരും മാക്സിമം എന്ത് ചെയ്യണം, എല്ലാ ആൾക്കാരും അത് ഉപയോഗപ്പെടുത്തണം. കൂടാതെ ഞാൻ പറഞ്ഞല്ലോ, ഈ വരുന്ന ടേം എക്സാമിനകത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്മസ് എക്സാമിനകത്ത് വലിയ മാർക്കൊക്കെ സ്കോർ ചെയ്യേണ്ട ആൾക്കാർക്കാണെങ്കിൽ സ്ഥലത്തിന് ഏറ്റവും കിഡിലൻ ബാച്ചുള്ള യോധ ബാച്ച് കൂടി ഉണ്ട് കേട്ടോ. യോധ ബാച്ച് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്യാഷ് അടച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അത് കുറഞ്ഞ പൈസയൊക്കെ എന്ത് ചെയ്യുന്നുള്ളൂ, വരുന്നുള്ളൂ. അതിനകത്ത് ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ വിളിക്കുക. ഇതുപോലെ തന്നെ യോധയുടെയും അതേപോലെ തന്നെ ബ്രഹ്മോസ് ബാച്ച് നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുക. സോ അടിപൊളിയാക്കുക, ഉഷാറാക്കുക. 8ാം ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾ മനോഹരമാക്കുക. സോ ഓൾ ദി ബെസ്റ്റ് എവരിവൺ, ഓൾ ദി ബെസ്റ്റ്.